ടു MS സൊല്യൂഷൻസ് USS. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും നമ്മൾ നാളെ USS പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾ തംബ്ലൈൻ കണ്ടിട്ടായിരിക്കും വന്നിട്ടുള്ളത് അല്ലെ? USS എക്സാമിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ OMR ഷീറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ OMR ഷീറ്റ് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ OMR ഷീറ്റ് നമ്മൾ പല പ്രാവശ്യം പല കുറി നമ്മുടെ സ്കൂളിൽ നിന്ന് എന്തുണ്ട്, OMR ഷീറ്റിൽ നമ്മൾ എന്തുണ്ട് ബബിൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള വലിയ കൺഫ്യൂഷൻ ആണ് OMR ഷീറ്റ്. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും OMR ഷീറ്റ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള OMR ഷീറ്റിലെ ഏറ്റവും ബേസിക് റൂളുകളാണ് സാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ പെന്നിന്റെ ടൈപ്പ്, അഥവാ നമ്മൾ ഏത് ടൈപ്പ് പെന്നാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയില്ല മക്കളെ, നിങ്ങൾക്ക് ബ്ലൂ ഓർ ബ്ലാക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾ പെൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾ പെൻ ഉപയോഗിക്കുക. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്ത് ജെൽ പെൻ എന്ത് ചെയ്ത് ഇങ്ക് പെന്നുകളോ അതുപോലെ പെൻസിലുകളോ എന്ത് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഇറേസർ പെൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഇറേസർ പെന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ബോൾ പെന്ന് മാത്രമേ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബബ്ലിംഗ് മെത്തേഡിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ടിക്ക്, അതായത് നിങ്ങളുടെ റൈറ്റ് ആൻസറിന് നേരെ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. ഏതാണ് ബബിൾ, ടിക്കല്ല, നിങ്ങൾ എന്ത് ചെയ്യാം ബബിൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത് അല്ലേ? കറക്റ്റ് ആൻസറിന്റെ മുകളിൽ പോയിട്ട് നമുക്ക് ഒന്നാമത്തെ ആൻസർ ആണെങ്കിൽ അവിടെ എന്താ ഇങ്ങനെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ബബിൾ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഇങ്ങനെ രീതിയിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ ബബിൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരിക്കലും തെറ്റിടാനോ അല്ലെങ്കിൽ ശരിയിടാനോ നിങ്ങൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ OMR ഷീറ്റ് വളരെ വൃത്തിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് ഒരിക്കലും ഇത് ഫോൾഡ് ചെയ്യാൻ, മടക്കി പിടിക്കാനോ ക്രാഷ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചുരുട്ടി കൂട്ടാനോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്രഷ് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യാറില്ല പാടില്ല. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എങ്ങനെയാണോ OMR ഷീറ്റ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അവസാനം വരെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ചില കുട്ടികളുണ്ടാണ് മഷിയല്ല അതിലേക്ക് എന്തുണ്ട് OMR ഷീറ്റിലേക്ക് ആവുന്ന അവസ്ഥക്ക് വരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങളെ ഇൻവിജിലേറ്റർ അറിയിക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് OMR ഷീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും കുട്ടികൾ എത്ര പറഞ്ഞാലും കുട്ടികൾ എന്താറുണ്ട് ചില കോമൺ മിസ്റ്റേക്ക് എന്താറുണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് എന്താണ് മക്കളെ, ഡബിൾ ബബ്ലിങ്. ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ തവണ ഉത്തരം എഴുതരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ A ഓപ്ഷൻ സെലക്ട് ചെയ്തു, നിങ്ങൾ A ഓപ്ഷൻ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ B ഓപ്ഷൻ ആണ് ശരിയെങ്കിൽ നിങ്ങൾ B ഓപ്ഷനിൽ പോയിട്ട് ശരി ചെയ്തിട്ട് A ഓപ്ഷൻ വിട്ടിട്ടത് നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഒരിക്കലും. അതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല. എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഉത്തരം നിങ്ങൾ ശരിക്കും ആലോചിച്ച് ഓരോ ചോദ്യവും ഒന്നിൽ കൂടുതൽ പരീക്ഷാ ഹാളിലേക്ക് കിടക്കുന്നതിന്റെ തൊട്ട് മുൻപ് അവസാനമായി നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ട ചോദ്യമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രഥമ ചോദ്യമായി വന്നതെങ്കിൽ പോലും എൻ്റെ കുട്ടികൾ 2 പ്രാവശ്യം ചോദ്യം വായിച്ചു നോക്കി OMR ഷീറ്റ് കൃത്യമായി നോക്കി ABCD ഓപ്ഷൻസ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ബബിൾ ചെയ്യാൻ പോകാവൂ. ഈ മിസ്റ്റേക്ക് പലപ്പോഴും പല കുട്ടികൾ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാറേ പിഴച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എൻ്റെ കുട്ടികൾക്ക് ഒരിക്കൽ പോലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ എന്താണ്, അതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ അഥവാ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നി, അതിന്റെ ഉത്തരം നിങ്ങൾ C ആണ് ഓപ്ഷൻ കൊടുത്തത്, പക്ഷെ ഉത്തരം D ആണെന്ന് നിങ്ങൾക്ക് തോന്നി, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അത് വിട്ടേക്ക്. ഇനി എന്ത് ചെയ്യുക, അവിടെ വീണ്ടും മാർക്ക് ചെയ്തത് വെട്ടാൻ നിങ്ങൾ പോവേണ്ട. ആ ഒരു മാർക്ക് അങ്ങ് ഒഴിവാക്കുക. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. കാരണം 1 or 2 ചോദ്യത്തിന് ഉത്തരം തെറ്റിയത് കൊണ്ട് നമുക്ക് USS നഷ്ടപ്പെടാൻ പോകില്ല. പക്ഷെ നമ്മൾ അതിനെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിലപ്പെട്ട കനപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വൈറ്റ്നർ ഒന്നും ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. വൈറ്റ്നർ ഉപയോഗിക്കരുത്. കാരണം ഇതെന്തായും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യനല്ല നിങ്ങളുടെ ആൻസർ ഷീറ്റ് എന്ത് ചെയ്യുന്നത് റീഡ് ചെയ്യുന്നത്. ഇതെന്താണ് മക്കളെ, നമുക്ക് ഇത് മെഷീൻ ടൈപ്പിലാണ് നമുക്ക് റീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ OMR റീഡർ മെഷീൻ എന്ത് ചെയ്യും, നമ്മുടെ ആൻസേഴ്സ് റീഡ് ചെയ്യാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൊത്തം ഉത്തരങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉത്തര പേപ്പറുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുണ്ടാകും, റിജക്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡബിൾ ബബ്ലിംഗ് പാടില്ല. അതോടൊപ്പം തന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരത്തിന് ഒരു പ്രാവശ്യം മാത്രം
മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്ന് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ്നർ ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഥവാ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങും മറന്നേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കുക. ആ ചോദ്യത്തിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. ഇനി നമ്മുടെ OMR ഷീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മുടെ പേര് എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ പേര് എഴുതുക, നിങ്ങളുടെ മീഡിയം എഴുതുക തുടങ്ങിയത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് പേര് എഴുതുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരെ പേര് എഴുതി തന്നെ നിങ്ങൾക്ക് പഠിക്കാം. കാരണം പല കുട്ടികൾക്കും ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യം തന്നെ പറയാം, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ കണ്ട, നിങ്ങൾ കേട്ട, നിങ്ങൾ അറിഞ്ഞ, നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വരുള്ളൂ. നിങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നെയിം, രജിസ്റ്റർ നമ്പറിൻ്റെ ഒക്കെ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഥവാ ഡാമേജ്ഡ് ഷീറ്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഉത്തരപേപ്പർ നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് പേര് എഴുതാനുള്ള കോളം അവിടെ ഇല്ല. അല്ലെങ്കിൽ OMR ഷീറ്റിൽ 55 ക്വസ്റ്റ്യൻസ് ഉള്ള ഷീറ്റിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. പക്ഷെ അത്ര ക്വസ്റ്റ്യൻസിനുള്ള ഓപ്ഷൻ അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട്, കീറിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ നിങ്ങൾ ആരെയ്യുക, നിങ്ങളുടെ ഇൻവിജിലേറ്റർ, എക്സാമിൻ്റെ അഥവാ ഇൻവിജിലേറ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൈ ഉയർത്തിയിട്ട് അയാളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, സാറിനോട് പറയുക ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തന്നെ അതെന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്തേക്ക് വെക്കരുത്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമായിരിക്കും നഷ്ടപ്പെടുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങൾ നോക്ക്, ഞാൻ വലുതാക്കി, നല്ല സ്ക്രീൻ നല്ല വലുതാക്കിയിട്ട് നിങ്ങൾ കാണുന്നെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സാറ് പേര് എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് അഥവാ നിങ്ങളുടെ പേര് എഴുതാൻ പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പേര് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പേര് മുഹമ്മദ് റാഷിദ് എന്നാണെന്നുണ്ടെങ്കിൽ, മുഹമ്മദ് എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് അവിടെ എന്ത് ചെയ്യേണ്ട, വരന്നിടേണ്ട, ഒരു സ്പേസ് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് മുഹമ്മദ് എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ റാഷിദ് എന്ന് നിങ്ങൾ എഴുതാവൂ. അല്ലെങ്കിൽ മുഹമ്മദ് റബീഹ് എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേരുകൾ കൂടി ചേർന്ന 2 or 3 പേരുകൾ കൂടി ചേർന്നാണെങ്കിൽ ഒരു പേര് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, മുഴുവൻ പേര് എഴുതാവൂ. അത് മറന്നു പോകരുത്. പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കും, OMR ഷീറ്റിൽ ആദ്യം നമ്മൾ പേര് എഴുതി കഴിഞ്ഞാൽ നേരെ താഴെ എന്താ പറയുന്നത്, റോൾ നമ്പർ ആണ്. നിങ്ങളുടെ റോൾ നമ്പർ നമ്മുടെ കയ്യിലുണ്ടല്ലേ. അപ്പൊ റോൾ നമ്പർ നോക്കിയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ റോൾ നമ്പർ 411012 ആണെന്ന് കൂട്ടിക്കോ. ഇനി 4 ആണെന്നുണ്ടെങ്കിൽ തൊട്ട താഴെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ 4 എന്നുള്ള കോളത്തിൽ കറക്റ്റ് ആയിട്ട് 4ന്റെ അവിടെ ബബിൾ ചെയ്യുക. രണ്ടാമത്തെ സംഖ്യ 1 ആണല്ലോ, അപ്പൊ 1ന്റെ അവിടെ ബബിൾ ചെയ്യുക. മൂന്നാമത്തെ സംഖ്യ വീണ്ടും 1 ആണല്ലോ, 1ന്റെ അവിടെ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. അടുത്ത സംഖ്യ 0 ആണല്ലോ, അപ്പൊ 0ന്റെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അടുത്ത 1 ആണല്ലോ, 1ന്റെ അവിടെ ബബിൾ ചെയ്യുക. അടുത്ത 2 ആണല്ലോ, 2ന്റെ അവിടെ ബബിൾ ചെയ്യുക. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബബിൾ ചെയ്യാനും കൂടെ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ നമ്പർ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കയ്യിൽ അവിടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ നമ്പർ ഇവിടെ എഴുതുക. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 4, 1, 2 ഇങ്ങനെ എത്രയാണോ ആ നമ്പർ ചെയ്താൽ ഇവിടെ അതേപോലെ അതും ചെയ്യുക, ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. സെറ്റ് എന്ന ഓപ്ഷൻ എന്താണ് സെറ്റ്, അവിടെ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഏത് സെറ്റ് എന്താ, ക്വസ്റ്റ്യൻ പേപ്പർ ABCD 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ 4 സെറ്റിൽ നിങ്ങളുടെ അപ്പുറത്തുള്ളവർ നോക്കല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള സെറ്റ് ഇതാ, സാറിന് കിട്ടിയത് C ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ C-ന്റെ അവിടെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. സെറ്റിന്റെ അവിടെ കൊടുക്കുക. ഏതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെറ്റ്, ഏതാണ് നിങ്ങൾക്ക് C ആണെന്ന് കൊടുക്കുക. ആ C-ന്റെ അവിടെ ബബിൾ ചെയ്യാം. ദെൻ മീഡിയം, നിങ്ങൾ ഏത് മീഡിയം ആണ് ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ, ഏത് മീഡിയം ആണെങ്കിലും ഞാൻ മലയാളം മീഡിയമാണ്, അപ്പോൾ ഞാൻ മലയാളം മീഡിയം എന്നുള്ളത്. ദെൻ ജെൻഡർ, നിങ്ങൾ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അപ്പോൾ ആൺകുട്ടിയാണ്. അപ്പോൾ സാർ എന്ത് ചെയ്തു, ആൺകുട്ടി എന്നുള്ളടത്ത് എന്ത് ചെയ്തു. ദെൻ ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ സൈൻ എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ എന്താണ്, സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ, അവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഒപ്പിടാൻ പോകരുത്. നിങ്ങളുടെ ഇൻവിജിലേറ്റർ വന്ന് അവിടെ ഒപ്പിടും. അപ്പോൾ ഈ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പെട്ടെന്ന് പേര് എഴുതുന്ന സമയത്ത് പേരങ്ങ് തെറ്റിപ്പോയി എന്ന് കൂട്ടിക്കോ, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ തന്നെ എക്സാമിനെ ഇൻവിജിലേറ്റർ വിളിച്ചിട്ട് പറയാം, സാറേ ഞാൻ പേര് എഴുതുന്നിടത്ത് തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പം ഞാൻ മുഹമ്മദ് റബീഹ് എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്തു, RS എഴുതി, B ആയിരുന്നു എനിക്ക്
ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തെറ്റിട്ടതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാണ് ബി എന്ന് ഇവിടെ തെറ്റിട്ടാണ് അതിൻ്റെ മുകളിൽ ബി എഴുതാൻ പോകരുത്. എന്ത് ചെയ്യുക നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക ഇൻവിജിലേറ്ററെ വിളിച്ച് നിങ്ങളുടെ കാര്യം ധരിപ്പിക്കുക. അതൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളായിരിക്കും. താഴെയുള്ള ഉത്തരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻവിജിലേറ്ററെ വിളിച്ച് സമയം കഴിയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. തുടക്കത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ OMR ഷീറ്റ് ബബിൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ OMR ഷീറ്റിൽ ഏറ്റവും ബേസിക് ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഒരു കുട്ടികൾ പോലും ആരും തന്നെ എന്ത് ചെയ്യണ്ട, ഒട്ടും പാനിക് ആവണ്ട. നിങ്ങളെല്ലാവരും എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്ത് ചെയ്യുക, വളരെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നാളത്തെ പരീക്ഷയെ പോയിട്ട് അഭിസംബോധന ചെയ്യുക. അടിപൊളിയായിരിക്കും. എല്ലാ കുട്ടികൾക്കും USS ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രത്യാശിക്കുന്നു. MS സൊല്യൂഷൻസിൻ്റെ USSന്റെ പ്രത്യേക ആശംസകൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി കൃത്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 മണി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഗാ പ്രഡിക്ഷൻ ലൈവ്. അതായത് നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് MS സൊല്യൂഷൻസിന്റെ റബി സാർ അടക്കം എൻറ്റയർ ഫാക്കൽറ്റീസ് ഇന്ന് 6 മണി മുതൽ ലൈവിൽ വരുന്നുണ്ട്. ഒറ്റയാളും വിട്ടുപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചിട്ട് എത്തിക്കുക കൃത്യമായിട്ട് 7 മണിക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം OMR ഷീറ്റ് എത്ര ചെയ്താലും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ എല്ലാം തീർക്കാൻ സാറിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. സാറേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. സാറ് ആ ഓരോ സംശയത്തിനും മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു. ഓക്കെ, ബൈ.